Hello everyone. Today we are going to discuss about is partnership. Partnership means it is a form of business organization where two or more persons join hands to set up a business and share its profit and losses in an agreed ratio. രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങുകയും അതേപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസസ് ആണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ നേരത്തെ നിശ്ചയിച്ച ഒരു റേഷ്യോ പ്രകാരം അത് ഷെയർ ചെയ്യാൻ റെഡി ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക മീൻസ് ടു ഓർ മോർ പേഴ്സൺസ് ഓക്കെ carry the businesses and they share the profit and losses in an agreed ratio. Next, Section 4 of the Indian Partnership Act 1932 defines partnership as the relation between persons who have agreed to share the profits of a business carried on by all or any one of them acting for all. Section 4 Indian Partnership Act 1932 പ്രകാരം പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷനാണ് ഒരു ബന്ധമാണ് ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ who have agreed to share the profits of a business ആ ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ എങ്ങനത്തെ പ്രോഫിറ്റ് ആണ് ഓൾറെഡി എഗ്രീഡ് ചെയ്ത എത്രത്തോളം ഏത് റേഷ്യോ വെച്ചിട്ടാണ് എഗ്രീഡ് ചെയ്ത റേഷ്യോയിൽ പ്രോഫിറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനും carried on by all ആ ബിസിനസ് ഒന്നുമില്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ബിസിനസ് ആയിരിക്കും അല്ലെങ്കിൽ എനി ഓഫ് ദെം ആക്ടിങ് ഫോർ ആൾ അതിൽ ഒരാൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നടത്തുന്ന ബിസിനസ് ഓക്കെ അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സാണ് അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒക്കെ അവർ ചേർന്ന് ഷെയർ ചെയ്തിട്ടാണ് എടുക്കുക ഒന്നുകിൽ എല്ലാവരും കൂടി ബിസിനസ് നടത്തും അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ എല്ലാവർക്കും കൂടി വേണ്ടി ബിസിനസ് നടത്തും. The persons who form the partnership are individually known as partners and collectively called a firm. The name under which the business is carried is called the firm's name. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ് എന്ന്. അതുപോലെ തന്നെ ആ ഫേമിനെ ഓക്കെ പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ് ആ ബിസിനസ് ഓർഗനൈസേഷന് കളക്റ്റീവ്ലി പറയുന്നത്. നെക്സ്റ്റ്, what are the features of partnership? First one is agreement. Partnership is an agreement between two or more partners. നമ്മൾ ഓൾറെഡി പറഞ്ഞു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ് രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ ചേർന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ്. Second one is sharing of profit. The profit shall be shared by the partners in an agreed ratio. Already agree ചെയ്ത ഒരു ratio maybe 3:1 അല്ലെങ്കിൽ 1:2 maybe equal ratios. അപ്പോൾ ഓൾറെഡി agree ചെയ്ത ratio എത്രയാണോ ആ ratioക്ക് അനുസരിച്ചിട്ടാവും അതിലെ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. Third one, existence of business. It is formed only for the purpose of carrying on a lawful business. ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് അതിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക. പാർട്ട്നേഴ്സിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അതുപോലെ തന്നെ ആ ബിസിനസ് ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, മ്യൂച്വൽ ഏജൻസി. ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ്. ഒരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു പാർട്ട്ണർ മറ്റുള്ള പാർട്ട്നേഴ്സിനൊക്കെ വേണ്ടി ബിസിനസ് നടത്തിക്കൊണ്ടുപോകും അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും കൂടി ഒരുമിച്ച് ചേർന്ന് ബിസിനസ് നടത്തും. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഓരോ പാർട്ട്നേഴ്സും പ്രിൻസിപ്പലും ആണ്, അറ്റ് ദ സെയിം ടൈം ഏജൻറ്റും ആണ്. Next one, number of partners. The minimum number of partners forming a partnership is 2 and maximum number is 10 for banking businesses and for others it is 20. പാർട്ട്ണർഷിപ്പ് നടത്താനുള്ള ആളുകളുടെ പാർട്ട്നേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. മാക്സിമം ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 പേരും അല്ല
അത് നോൺ ബാങ്കിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 20 പേര്. Sixth point is that unlimited liability. The liability of partner is unlimited. പാർട്ട്ണർഷിപ്പ് ഫേമിലെ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. സെവൻത് വൺ, മ്യൂച്വൽ ട്രസ്റ്റ്. ദർ ഷുഡ് ബി മ്യൂച്വൽ ട്രസ്റ്റ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സും തമ്മിൽ അവർക്ക് എല്ലാവരും തമ്മിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. Then registration. The registration of partnership is not compulsory. Okay, it is partnership firmന്റെ registration എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. It is not compulsory. നെക്സ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് ഓറലും ആയിരിക്കാം റിട്ടണും ആയിരിക്കാം. മീൻസ് ദ പാർട്ട്ണർഷിപ്പ് Act does not require that the agreement must be in writing. Agreement writing തന്നെ ആവണം എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. But when it is kept as a written document, it is called as partnership deed. Partnership deed contains the terms and conditions relating to the partnership and the regulations governing the internal management and the organization. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏതൊക്കെ രീതിക്കാണ് ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ ഫേം, നെയിം ആൻഡ് അഡ്രസ്സസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ദ ബിസിനസ്, അതായത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ദെൻ പ്ലേസ് ഓഫ് ദ ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ്, സ്പെസിഫിക് ആണോ, അതായത് സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടുള്ളതാണോ അത് ലോങ് പീരിയഡിനുള്ളതാണോ എന്നുള്ളത്, ദെൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്നേഴ്സ്, ബിസിനസ്സിൽ ചേരുന്ന ടൈമിൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന എമൗണ്ട് എത്രയാണ്, എത്ര എമൗണ്ട് ഓഫ് ക്യാഷ് ആണ് ഈച്ച് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ദെൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ആ റേഷ്യോ എത്രയാണ്, ദെൻ എമൗണ്ട് ഓഫ് സാലറി, എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ആൻഡ് ഓൾസോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്. ഇതൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്ന കാര്യങ്ങൾ. Moving to the rules applicable in case of absence of the partnership deed. Suppose agreement oral ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഷെയർഡ് ഈക്വലി, എല്ലാ പാർട്ട്നേഴ്സും ഒരുപോലെ പ്രോഫിറ്റ് എടുക്കും പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ. സെക്കൻഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നോ പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഒരു പാർട്ട്ണറിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടില്ല. Interest on drawings. No interest is charged on drawings. Then interest on loans or advances. It shall be entitled to get an interest at the rate of 6% per annum. Interest on loans or advances വരുന്ന rate of percentage 6% ആണ്.